അച്ചടിച്ച ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒഴിവാക്കിയത് സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണെന്ന് എം സ്വരാജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. നാളത്തെ പത്രത്തോടൊപ്പം വാരാന്ത പതിപ്പ് ഉണ്ടാകും. കള്ളൻ വിജയൻ എന്ന ലേഖനമോ വാർത്തയോ വാരാന്ത പതിപ്പിൽ ഇല്ല. അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും എം സ്വരാജ് പറയുന്നു. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഇപ്പോൾ VSന്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിന് മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെന്റും 21-ാം തീയതിയിലെ പത്രത്തിലെ VSന്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം. കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21-ന്റെ പത്രത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, സാങ്കേതിക കാരണം എന്താണ്? അതുതന്നെയായിരുന്നു ആര്യ ആദ്യം മാധ്യമപ്രവർത്തകർ എം സ്വരാജിന്റെ അടുത്ത് ചോദിച്ചത്. എന്തായിരുന്നു ആ സാങ്കേതിക കാരണമെന്ന്? നമുക്കറിയാം, ഇന്ന് പുലർച്ചെ ഈ വാർത്ത വരുമ്പോൾ ആദ്യം ഒക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് സഖാവ് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനമുള്ള 2-3 പേജുകളിലായിട്ട് ലേഖനങ്ങൾ നിറയെയുള്ള ഒരു വാരാന്ത്യ പതിപ്പ് എന്തുകൊണ്ട് ഇന്ന് പത്രത്തോടൊപ്പം തന്നില്ല എന്നൊരു ചോദ്യമായിരുന്നു ആദ്യം ഉയർന്നു നിന്നത്. അപ്പം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിലെ എഴുത്തിലോ മറ്റു തരത്തിൽ ഏതെങ്കിലുമുള്ള വിഷയമാണോ ആദ്യം ായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. പക്ഷേ മാതൃഭൂമി പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് കള്ളൻ വിജയൻ എന്ന പേരിൽ, അതായത് അതിന്റെ കൃത്യമായ പേരിങ്ങനെയാണ്, കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തുപ്പാറ PO എന്ന ഹെഡ്ലൈനിൽ ഒരു നാടക കലാകാരനെ കുറിച്ച് വന്ന ഒരു ലേഖനം. ആ ലേഖനം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പത്രം വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്ന വാർത്ത മാതൃഭൂമിയാണ് ആദ്യം പുറത്തുവിട്ടത്. അത്തരത്തിൽ തന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് വാർത്തകൾ വന്നിരുന്നു. അപ്പം അതിലൊരു ക്ലാരിറ്റി ആയിരുന്നു നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ സ്വരാജിനോട് ചോദിക്കുകയും ചെയ്തു. എന്താണ് നിങ്ങൾ പറയുന്ന ഈ സാങ്കേതിക കാരണം, അതോ ഈ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ലേഖനമായിരുന്നോ യഥാർത്ഥ പ്രശ്നമെന്ന്? അപ്പോൾ സ്വരാജ് നൽകിയ മറുപടി സത്യം പറഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരമില്ലാതെ തപ്പിപ്പെറുക്കി ഉത്തരം പറയുകയായിരുന്നു എന്ന് തന്നെ പറയാം. ആദ്യം നിങ്ങൾ, അതായത് സഖാവ് VS അച്യുതാനന്ദന്റെ വാർത്തയുമായി ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തിരുന്നത്? പക്ഷേ ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയല്ല. ഇങ്ങനെയൊന്നുമല്ല സംഭവം. തികച്ചും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. പത്രം അച്ചടിച്ചു പോലുമില്ല. ആദ്യത്തെ ഒരു കോപ്പി മാത്രമാണ് ഇറക്കിയത്. അതിനുശേഷം ഇത് അച്ചടിക്കാനായി പോകുമ്പോഴത്തേക്കും പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് എത്തിക്കാതിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുകയുണ്ടായി ഇതുപോലെ തന്നെ വാരാന്ത്യ പതിപ്പിൽ ഈ ലേഖനം, ഈ ഫീച്ചർ എഴുതിയ മാധ്യമ പ്രവർത്തകൻ അത് തന്റെ ാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു, അതായത് ആ ഫീച്ചർ ഉണ്ട്, അതിന് അത് തന്നെയാണ് തലക്കെട്ട് എന്താണെന്ന് കൂടി എഴുതിയിട്ടുണ്ട്. കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ PO എന്നായിരുന്നു അതിന്റെ പേര്. അതാരാണ് ആ കള്ളൻ വിജയൻ എന്നൊക്കെ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എത്തിച്ചു പ്രേക്ഷകരുടെ മുന്നിലേക്ക്. അപ്പോൾ എം സ്വരാജ് പറയുന്നത് ഈ ഘട്ടത്തിൽ പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഫീച്ചർ അച്ചടിച്ചിരുന്നു. തീർച്ചയായും അത് കൃത്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്ത നൽകിയാലും ഇതേ കാര്യം നമ്മൾ എം സ്വരാജിനോട് ചോദിച്ചു. ഈ എഴുത്തുകാരന്റെ പേരടക്കം നമ്മൾ ചോദിച്ചു. ഇങ്ങനെ ഒരാൾ നൽകിയ ലേഖനം ഇത്തരത്തിൽ അച്ചടിച്ചില്ലേ എന്ന ചോദ്യത്തിന് എം സ്വരാജിന്റെ മറുപടി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ആരാണ് അയാൾ? അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ല, അറിവില്ല, അങ്ങനെ ഒരു ലേഖനത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. അങ്ങനെയൊന്ന് ഇന്ന് വരാനിരുന്ന വാരാന്ത്യ പതിപ്പിൽ അച്ചടിക്കുന്നതായ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എടുത്തു ചോദിച്ചു. അപ്പം നാളെ വരാനിരിക്കുന്ന, അതായത് എം സ്വരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് വരാതിരുന്ന വാരാന്ത്യ പതിപ്പ് നാളത്തെ പത്രത്തോടൊപ്പം വരുമെന്ന്. അപ്പോൾ ആവർത്തിച്ച് ചോദിച്ചു, ഇതേ വാർത്ത, അതായത് ഈ കള്ളൻ വിജയൻ എന്നുള്ള ലേഖനം ഒപ്പം നാളത്തെ പത്രത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഉറപ്പിച്ചു പറയുകയാണ് എം സ്വരാജ്, അങ്ങനെ ഒരു വാർത്ത നാളത്തെ പത്രത്തിൽ വരില്ല. കൂടാതെ ഇന്ന് അച്ചടിക്കാനിരുന്ന വാരാന്ത്യ പതിപ്പിലും അതില്ല. സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് ഇന്നൊരു വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാത്തതിന്റെ കാരണമെന്ന് പറയുകയാണ്. ശരിക്കും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷേ ഇത് എഴുതി ആ മാറ്റർ ഇറങ്ങുന്ന പേജ് എത്തിയപ്പോഴേക്കും എഡിറ്റോറിയൽ ബോർഡ് അത് കണ്ടു, ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് അത് പ്രിന്റ് ചെയ്തില്ല എന്നത്, അച്ചടിച്ചിട്ടില്ല. പക്ഷെ ആ ലേഖനം എഴുതി മാധ്യമ പ്രവർത്തകൻ ആ തലക്കെട്ട് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ മാറ്റർ എഡിറ്റോറിയൽ ബോർഡിലേക്ക് പേജിൽ അത് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് തിരുത്തൽ തുടങ്ങി എന്നുള്ളതാണ് ബോധ്യമാകുന്ന കാര്യം.